മരണത്തിന് മുന്നിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ അനുഭവം കായിക പ്രേമികൾ നേരിൽ കണ്ട അനുഭവമായിരുന്നു 2020 ബഹ്റൈൻ ഗ്രാൻഡ് പ്രിയിലെ അപകടം. തീഗോളത്തിൽ നിന്നൊരു മനുഷ്യൻ ഫീനിക്സ് പക്ഷിയെ പോലെ തിരിച്ചു വന്ന നിമിഷം. അതേ റൊമെയ്ൻ ഗ്രോസ്ജീൻ ഒരിക്കൽ കൂടി F1 ട്രാക്കിൽ തിരിച്ചെത്തുകയാണ്. 2020 ബഹ്റൈൻ ഗ്രാൻഡ് പ്രിയിലെ ആവേശപ്പോര്. ട്രാക്കിന് തീപ്പാറിച്ച് ഇരമ്പിയാർക്കുന്ന റേസ് കാറുകൾ. 220 കിലോമീറ്റർ വേഗത്തിൽ ഓടിയെത്തിയ ഹാസ് ടീമിന്റെ കാർ ഇടിയുടെ ആഘാതത്തിൽ കത്തിയമർന്നു. ടീമംഗങ്ങൾ സ്തബ്ധരായി. തീഗോളം കണ്ട് കണ്ണീരോടെ മുഖം പൊത്തി നിന്നു ആരാധകർ. തീയണയ്ക്കാൻ ഓടിയെത്ത രക്ഷാപ്രവർത്തകരെ അമ്പരിപ്പിച്ച് ഒരു മനുഷ്യരൂപം കാറിൽ നിന്ന് സ്വയം പുറത്തിറങ്ങി. വിജയെ പോലെ ജീവിതത്തിലേക്ക് റൊമെയ്ൻ ഗ്രോസ്ജീന്റെ തിരിച്ചുവരവ്. ബാരിക്കേഡുകളിലേക്ക് ഇടിച്ചു കയറിയ കാർ രണ്ടായി പിളർന്നിരുന്നു. കാറിനുള്ളിൽ ഗ്രോസ്ജീൻ ജീവനും കയ്യിൽ പിടിച്ച് കുടുങ്ങിക്കിടന്നത് 27 സെക്കൻഡുകൾ. വർഷങ്ങൾ കഴിഞ്ഞു റേസ് ട്രാക്ക് ഭരിക്കാൻ പുതുതാരങ്ങളെത്തി. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം റൊമെയ്ൻ വീണ്ടും തിരിച്ചെത്തുകയാണ്. അത് F1 ട്രാക്കിലേക്ക്. കൈക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്ന ഗ്രോസ്ജീൻ ട്രാക്കിലേക്ക് എത്താനാകുമെന്ന് വിദൂര സ്വപ്നം കണ്ട ആരാധകർ പോലും കാണില്ല. 2021 F1 സീഡ് താരത്തിന് നഷ്ടമായി. പരിക്ക് ഭേദമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഇൻഡിക്കാരും സ്പോർട്സ് കാർ പരമ്പരകളിലുമാണ് ഗ്രോസ്ജീൻ മത്സരിച്ചത്. 5 വർഷങ്ങൾക്കിപ്പുറം ഗ്രോസ്ജീന്റെ ആവേശം ഒട്ടും കെട്ടടങ്ങിയിട്ടില്ല. വീണ്ടും തന്റെ പഴയ ടീമിനൊപ്പം 2023 VF23 കാർ ഓടിക്കുന്നതിനുള്ള അവസാനവട്ട പരിശീലനവും പൂർത്തിയാക്കി. ഇറ്റലിയിലെ മുഗല്ലോ സർക്യൂട്ടിൽ വീണ്ടും ഫോർമുല 1 റേസറായി മാറാൻ തയ്യാറായിരിക്കുകയാണ് റൊമെയ്ൻ ഗ്രോസ്ജീൻ. തൻ്റെ കുട്ടികൾ 2020 ബഹ്റൈൻ ഗ്രാൻഡ് പ്രീ ഫൈനലിൽ അണിയാൻ രൂപകൽപ്പന ചെയ്ത ഹെൽമെറ്റുമായി ആയിരിക്കും വീണ്ടും ഫോർമുല 1ലേക്ക് റൊമെയ്ൻ ഗ്രോസ്ജീൻ എത്തുക. സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം.